Hi students, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സോളിഡ് സ്റ്റേറ്റിലെ ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ് എന്നുള്ള ഭാഗമാണ് പറഞ്ഞത്. നമുക്കറിയാം സോളിഡ്സിനെ നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റലൈൻ സോളിഡ്സും അതുപോലെ തന്നെ അമോർഫസ് സോളിഡ്സും. അതിൽ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ നമ്മൾ മറ്റൊരു പേരൂടെ വിളിക്കുന്നുണ്ട് ട്രൂ സോളിഡ്സ് ആണ് അല്ലേ. അപ്പോൾ ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ അടുത്തതായി പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ നമ്മൾ പ്രധാനമായി നാലായി തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ നാലെണ്ണം എന്ന് നമുക്ക് നോക്കാം. മോളിക്യുലാർ സോളിഡ്സ്, അയോണിക് സോളിഡ്സ്, മെറ്റാലിക് സോളിഡ്സ് ആൻഡ് കോവാലന്റ് സോളിഡ്സ്. ഇങ്ങനെ നമ്മൾ 4 തരം ആക്കിയിട്ടുണ്ട്. സോ ക്രിസ്റ്റലൈൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ പറ്റി മാത്രമാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. കാരണം ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ് ട്രൂ സോളിഡ്സ്. ഓക്കെ, അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ നമ്മൾ പ്രധാനമായി 4 ആക്കിയിട്ടുണ്ട്. മോളിക്യുലാർ സോളിഡ്സ്, അയോണിക് സോളിഡ്സ്, മെറ്റാലിക് സോളിഡ്സ് ആൻഡ് കോവാലന്റ് സോളിഡ്സ്. ഈ ക്ലാസിഫിക്കേഷൻ 2 ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണ്. ഏതൊക്കെയാണ് 2 ക്രൈറ്റീരിയ? ഒന്ന്, കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ ഏതാണ്, ഏത് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ ആണ് എന്നതിന്റെ അടിസ്ഥാനത്തിലും, അതുപോലെ ഈ പാർട്ടിക്കിൾസിനിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏതാണ്, ഇവർക്കിടയിൽ എന്തു തരം ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഇന്റർ പാർട്ടിക്കിൾ അല്ലെങ്കിൽ അട്രാക്ഷൻ ആണുള്ളത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ, അപ്പോൾ 2 ക്രൈറ്റീരിയ ആണ്. ഒന്ന്, കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ ഏതാണ്, രണ്ടാമത്തത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെ, ഈ പാർട്ടിക്കിൾസ് തമ്മിൽ എന്ത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉള്ളത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ. കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ 1-2 പേര് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് കോൺസ്റ്റിറ്റ്യൂൻസ് ആരാണ്. ഇപ്പൊ മോളിക്യുലർ സോളിഡ്സ് സ്വാഭാവികമായും കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ മോളിക്യൂൾസ് ആയിരിക്കും. അയോണിക് സോളിഡ്സിനകത്ത് അവിടെ അയോൺസ് ആണ് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ്. അവിടെ തന്നെ നമുക്ക് ഫോഴ്സും മനസ്സിലാക്കാൻ പറ്റും. കാരണം അയോണുകൾക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അയോണിക് ബോണ്ട് ആണ് അല്ലെ. മെറ്റാലിക് എന്ന് പറയുമ്പോൾ അവിടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മനസ്സിലാവുന്നുണ്ട്. ഇവിടെ പാർട്ടിക്കിൾസിനിടയിൽ മെറ്റാലിക് ബോണ്ട് ആണുള്ളത്. കോവാലന്റ് സോളിഡ്സ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവിടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കോവാലന്റ് ബോണ്ട് ആണ്. അപ്പൊ ഈ ക്ലാസിഫിക്കേഷൻ ഒന്നുകിൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും, അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പൊ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇവരുടെ പ്രത്യേകതകൾ, ഏതൊക്കെയാണ് എക്സാമ്പിൾ, അവരുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ വളരെ വിശദമായിട്ട് പഠിക്കാൻ പോകും. സോ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ നമ്മൾ 4 ആക്കിയിട്ടുണ്ട്. മോളിക്യുലാർ സോളിഡ്സ്, അയോണിക് സോളിഡ്സ്, മെറ്റാലിക് സോളിഡ്സ് ആൻഡ് കോവാലന്റ് സോളിഡ്സ്. ഇതിൽ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് മോളിക്യുലാർ സോളിഡ്സിനെ പറ്റിയാണ്. അപ്പൊ എന്താണ് മോളിക്യുലാർ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, മോളിക്യുലാർ സോളിഡ്സിനകത്ത് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ആരായിരിക്കും? മോളിക്യൂൾസ് ആർ ദി കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ്. ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ്, അതായത് ഇതിനകത്തുള്ള കണങ്ങൾ എന്ന് പറയുന്നത് മോളിക്യൂൾസ് ആണ്. ഈ മോളിക്യുലാർ സോളിഡ്സിനെ നമ്മൾ വീണ്ടും 3 ആയി തരംതിരിച്ചിട്ടുണ്ട്. അപ്പൊ 3 മോളിക്യുലാർ സോളിഡ്സ് ആണുള്ളത്. ഏതൊക്കെയാണ് 3 മോളിക്യുലാർ സോളിഡ്സ് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തത് നോൺ പോളാർ മോളിക്യുലാർ സോളിഡ്സ് ആണ്. നോൺ പോളാർ മോളിക്യുലാർ സോളിഡ്സ്. രണ്ടാമത്തത് പോളാർ മോളിക്യുലാർ സോളിഡ്സ് ആണ്. പോളാർ മോളിക്യുലാർ സോളിഡ്സ്. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്യുലാർ സോളിഡ്സ്. ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്യുലാർ സോളിഡ്സ്. അപ്പൊ ഇങ്ങനെ 3 തരം മോളിക്യുലാർ സോളിഡ്സ് ഉണ്ട്. നോൺ പോളാർ മോളിക്യുലാർ സോളിഡ്സ്, പോളാർ മോളിക്യുലാർ സോളിഡ്സ്, ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്യുലാർ സോളിഡ്സ്. നമുക്കിത് ഓരോന്നും ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യത്തേത് നോൺ പോളാർ മോളിക്യുലാർ സോളിഡ്സ് ആണ്. നോൺ പോളാർ മോളിക്യുലാർ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത്
ഒരു തരത്തിലുള്ള നോൺ പോളാർ ബോണ്ടാണുള്ളത്. പാർട്ടിക്കിൾസ് തമ്മിൽ, കണങ്ങൾ തമ്മിലുള്ള ആകർഷണ ബലം അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ വീക്ക് ആയിട്ടുള്ള നോൺ പോളാർ ബോണ്ടാണ്. ഏതാണ് ആ നോൺ പോളാർ ബോണ്ട്? നമ്മൾ +1 ക്ലാസ്സുകളിലേക്ക് പഠിച്ചിട്ടുണ്ടാവും. ഡിസ്പേർഷൻ ഫോഴ്സ് അഥവാ ലണ്ടൻ ഫോഴ്സ്. അപ്പൊ ഡിസ്പേർഷൻ ഓർ ലണ്ടൻ ഫോഴ്സ് ആണ് ആർക്കിടയിൽ കാണപ്പെടുന്നത്? പാർട്ടിക്കിൾസിനിടയിൽ. സോ പാർട്ടിക്കിൾസ് ആർ ഹെൽഡ് ടുഗദർ ബൈ വീക്ക് ഡിസ്പേർഷൻ ഓർ ലണ്ടൻ ഫോഴ്സ്. സ്വാഭാവികമായും വളരെ വീക്ക് ആയിട്ടുള്ള ഫോഴ്സ് ആയതുകൊണ്ട് നോൺ പോളാർ മോളിക്യുലർ സോളിഡ്സ് എന്തായിരിക്കും? സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ ഇൻസുലേറ്റേഴ്സ് ആണ്, ഇലക്ട്രിസിറ്റി കടന്നു പോവില്ല. ഇൻസുലേറ്റേഴ്സ് ആണ്, സോഫ്റ്റ് ആണ്. മെൽറ്റിംഗ് പോയിന്റ് ഒക്കെ വളരെ കുറവായിരിക്കും, കാരണം വളരെ വീക്ക് ആയിട്ടുള്ള ഡിസ്പേർഷൻ അഥവാ ലണ്ടൻ ഫോഴ്സ് ആണല്ലോ. അപ്പൊ സോഫ്റ്റ് ആണ്, വീക്ക് ആണ്, അതുപോലെ തന്നെ ഇൻസുലേറ്റേഴ്സ് ആണ്. ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചറിൽ ഇവര് ഒന്നുകിൽ ലിക്വിഡ് ആയോ അതുമല്ലെങ്കിൽ ഗ്യാസ് ആയോ ആയിട്ടാണ് കാണപ്പെടുന്നത്. So they are seen in liquid or gaseous state at room temperature. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നോൺ പോളാർ മോളിക്യുലർ സോളിഡ്സ്. ആർഗൺ, കാർബൺ ടെട്രാക്ലോറൈഡ്, H2, I2, Cl2 ഇതൊക്കെ നോൺ പോളാർ മോളിക്യുലർ സോളിഡ്സിന്റെ എക്സാമ്പിളുകളാണ്. അപ്പൊ എന്താണ് നോൺ പോളാർ മോളിക്യുലർ സോളിഡ് എന്ന് പറഞ്ഞാല്? These are kind of molecular solids in which constituent particles are held together by dispersion or London force. They are soft insulators with very low melting point, and they exist as liquid or gases at room temperature. നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. ആർഗൺ, CCl4, H2, I2, Cl2 ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട നോൺ പോളാർ മോളിക്യുലർ സോളിഡ്സ് ആണ്. നമുക്ക് രണ്ടാമത്തെ ടൈപ്പിലേക്ക് കിടക്കാം. അപ്പൊ മോളിക്യുലർ സോളിഡ്സ് നമ്മൾ മൂന്നാക്കിയിട്ടുണ്ട്. അതിൽ ആദ്യത്തേതാണ് ഏത്? നോൺ പോളാർ മോളിക്യുലർ സോളിഡ്സ്. ഇനി നമുക്ക് രണ്ടാമത്തെ മോളിക്യുലർ സോളിഡ്സ് ഏതാണ് എന്ന് നോക്കാം. രണ്ടാമത്തെ മോളിക്യുലർ സോളിഡ്സ് ആണ് പോളാർ മോളിക്യുലർ സോളിഡ്സ്. പോളാർ മോളിക്യുലർ സോളിഡ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പോർഷൻ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ കീപ് ഇൻ മൈൻഡ് ദാറ്റ് ദേ എക്സിസ്റ്റ് ആസ് ലിക്വിഡ് ഓർ ഗ്യാസ് അറ്റ് റൂം ടെമ്പറേച്ചർ. രണ്ടാമത്തത് പോളാർ മോളിക്യുലർ സോളിഡ്സ് ആണ്. പോളാർ മോളിക്യുലർ സോളിഡ്സ് എന്ന് പറയുമ്പോൾ അവിടെ പോളാർ ബോണ്ടാണ് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസിനിടയിൽ, കണങ്ങൾക്കിടയിൽ, അല്ലെ? കണങ്ങൾക്കിടയിൽ, തന്മാത്രകൾക്കിടയിൽ പോളാർ ബോണ്ടാണ് കാണപ്പെടുന്നത്. എന്താണ് ഈ പോളാർ ബോണ്ട്? ഡൈപോൾ ബോണ്ട്. ഡൈപോൾ ബോണ്ട് അതൊക്കെ നമ്മൾ ചെറിയ +1 ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഡൈപോൾ ബോണ്ട്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസിനിടയിൽ ഡൈപോൾ ബോണ്ട് ആണെങ്കിൽ നമുക്ക് അവരെ പോളാർ മോളിക്യുലർ സോളിഡ്സ് എന്ന് വിളിക്കാം. സോ ഹിയർ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ആർ ഹെൽഡ് ടുഗദർ ബൈ ഡൈപോൾ ബോണ്ട്, അല്ലേ? നോൺ പോളാർ മോളിക്യുലർ സോളിഡ്സിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഹാർഡാണ്. കാരണം ലണ്ടൻ ഫോഴ്സിനേക്കാളും കുറച്ചും കൂടി ഉറപ്പുണ്ട് ഡൈപോൾ ബോണ്ടിൽ. ഓക്കെ, അപ്പൊ അത് നമ്മളൊന്ന് കമ്പാരിറ്റീവ്ലി നമ്മൾ ആ ഗ്രഡേഷൻ ചേഞ്ച് ആണത്. നോൺ പോളാറിനേക്കാളും കുറച്ചും കൂടി ഹാർഡറാണ്. പക്ഷെ മറ്റു സോളിഡുകളെ മേജർ കാറ്റഗറിയിലേക്ക് നമ്മൾ വരുമ്പോൾ എല്ലാ മോളിക്യുലർ സോളിഡ്സും സോഫ്റ്റ് ആണ്, അതിന് സംശയമൊന്നുമില്ല. എന്നാൽ ലണ്ടനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ഹാർഡാണെന്ന് മാത്രം. പക്ഷെ നമുക്ക് കോമൺ ആയിട്ട് പറയുമ്പോൾ സോഫ്റ്റ് എന്ന് തന്നെ പറയാം. ഇൻസുലേറ്റേഴ്സ് ആണ്, അതിൽ സംശയമൊന്നുമില്ല, ഇൻസുലേറ്റേഴ്സ് ആണ്. പക്ഷേ നോൺ പോളാർ സോളിഡ്സിനേക്കാളും കുറച്ചുകൂടി മെൽറ്റിംഗ് പോയിന്റ് ഇവർക്ക് കൂടുതലാണ് എന്നൊരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം. ഓക്കെ, ഇവരും റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ആയോ ഗ്യാസ് ആയോ ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. HCl, ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാം. HCl, SO2, NH3 ഇവരൊക്കെ ലിക്വിഡ് സ്റ്റേറ്റിലോ ഗ്യാഷ്യസ് സ്റ്റേറ്റിലോ ആണ് റൂം ടെമ്പറേച്ചറിൽ കാണപ്പെടുന്നത്, അല്ലെ? അപ്പൊ ഇവര് പോളാർ മോളിക്യുലർ സോളിഡ്സ് ആണ്. ഈ സോളിഡ്സിന്റെ പ്രത്യേകത
നോൺ പോളാറിനേക്കാളും, അതായത് ലണ്ടൻ ഫോഴ്സ് ഉള്ള മോളിക്കുലാർ സോളിഡ്സിനേക്കാളും കുറച്ചുകൂടി ഹാർഡറാണ്. ഇലക്ട്രിസിറ്റി കടന്നു പോവില്ല. ലണ്ടൻ ഫോഴ്സ് ഉള്ളതിനേക്കാളും ആ സോളിഡ്സിനേക്കാളും കുറച്ചുകൂടി മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ് എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങളിവിടെ ഓർക്കേണ്ടതുണ്ട്. അപ്പൊ രണ്ടാമത്തെ കേസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തേതിലേക്ക് നമുക്ക് കിടക്കാം. മൂന്നാമത്തെ സോളിഡ്സ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ്. ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ് നമുക്ക് നോക്കാം. ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സിന്റെ പ്രത്യേകത സ്വാഭാവികമായും പേരിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഹൈഡ്രജൻ ബോണ്ടാണ് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസിനിടയിൽ. So constituent particles are held together by hydrogen bonds. അല്ലേ? ഹൈഡ്രജൻ ബോണ്ടിന്റെ പ്രത്യേകത എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞ നോൺ പോളാർ മോളിക്കുലാർ സോളിഡിനേക്കാളും പോളാർ മോളിക്കുലാർ സോളിഡിനേക്കാളും കുറച്ചുകൂടെ ഉറപ്പ് കൂടുതലാണ് എന്നുള്ളത്. അപ്പൊ കുറച്ച് കമ്പാരിറ്റീവ്ലി കുറച്ച് ഹാർഡാണ് ഇൻസുലേറ്റേഴ്സിന്, കാരണം അത് മോളിക്കുലാർ സോളിഡ്സിന്റെ കോമൺ പ്രോപ്പർട്ടി ആണല്ലോ അല്ലെ. പക്ഷേ മെൽറ്റിംഗ് പോയിന്റ് മറ്റു രണ്ടു പേരെക്കാളും കുറച്ചും കൂടെ കൂടുതലാണ് എന്നുള്ള കാര്യം കൂടെ നമ്മളിവിടെ ഓർക്കേണ്ടതുണ്ട് അല്ലെ. ഇവര് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സോളിഡ്സ് ആയിരിക്കും റൂം ടെമ്പറേച്ചറിൽ. ഫോർ എക്സാമ്പിൾ ഐസ് ഒരു ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലർ സോളിഡാ. ഐസ് റൂം ടെമ്പറേച്ചറിൽ നമുക്കറിയാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സോളിഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലർ സോളിഡ്സുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് അടിസ്ഥാനത്തിൽ ഇവർ അറേഞ്ച് ചെയ്യണം. ഓൺ ദി ബേസിസ് ഓഫ് മെൽറ്റിംഗ് പോയിന്റ്, ഉരുകൽ നിലയുടെ അടിസ്ഥാനത്തിൽ ഈ മൂന്ന് സോളിഡുകളെയും നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കുറവ് നോൺ പോളാറ്, അതിനേക്കാൾ കൂടുതൽ പോളാറ്, അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഹൈഡ്രജൻ ബോണ്ട് ആയിരിക്കും. ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഇതെല്ലാം അവരുടെ സ്ട്രെങ്ത്തും മറ്റു ഉറപ്പും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് നമുക്ക് ആദ്യത്തെ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ആദ്യത്തെ ഏതാണ്? ഫസ്റ്റ് വൺ മോളിക്കുലാർ സോളിഡ്സ്. സോ മൂന്ന് തരം മോളിക്കുലാർ സോളിഡ്സ് ഉണ്ട്. നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്സ്, പോളാർ മോളിക്കുലാർ സോളിഡ്സ്, അതുപോലെ ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്സ്. വളരെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ ടൈപ്പിലേക്ക് കിടക്കുന്ന രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് അയോണിക് സോളിഡ്സ് ആണ്. We are discussing about the classification of crystalline solids. First one, molecular solids. There are three types of molecular solids: non-polar, polar, hydrogen bonded. Second is ionic solids. Ionic solids എന്നുള്ള പേര് പറയുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പാണ്. Here constituent particles are ions. Ions ആണ് ഇവിടുത്തെ constituent particles. അല്ലേ? ഈ അയോൺസിനെ പരസ്പരം ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഓർ അയോണിക് ബോണ്ട്. അല്ലേ? അപ്പൊ അയോണിക് സോളിഡ്സിനകത്ത് ഈ പാർട്ടിക്കിൾസിനെ പരസ്പരം ചേർത്ത് വെച്ചിരിക്കും. പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അയോൺസ് ആണ്. നമുക്കറിയാം ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ വിളിക്കുന്ന പേരാണ് അയോൺസ്. ഈ അയോണുകളെ ചേർത്ത് വെച്ചിരിക്കുന്നത് ഒന്നുകിൽ അയോണിക് ബോണ്ടിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക്, കാരണം ചാർജസ് വരുന്ന ബോണ്ടാണ്. അയോൺസ് ഏതാണെന്ന് അറിയാമല്ലോ അല്ലെ? നെഗറ്റീവ് അയോൺസും പോസിറ്റീവ് അയോണും, കാറ്റയോണും ആനിയോൺ അല്ലെ. കാറ്റയോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് അയോൺ ആണ്. ആനിയോൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അയോൺ. ഓർക്കാൻ വളരെ എളുപ്പമാണ്, ഇങ്ങനെ ഓർത്താൽ മതി. എ നെഗറ്റീവ് അയോൺ അല്ലെ. അപ്പൊ ആനിയോൺ എന്ന് പറഞ്ഞാൽ ആരാണ്? നെഗറ്റീവ് അയോൺ ആണ്. ഇങ്ങനെയാണ് എ നെഗറ്റീവ് അയോൺ അല്ലെ. കാറ്റയോൺ എന്തായിരിക്കും? പോസിറ്റീവ് അയോൺ. അപ്പൊ ഈ അയോൺസിനെ ചേർത്ത് വെച്ചിരിക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് അയോണിക് ബോണ്ട് അഥവാ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. ഇവരുടെ പ്രത്യേകത മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ്. സോളിഡ് സ്റ്റേറ്റില് അവർക്ക് കണ്ടക്ടിവിറ്റി ഉണ്ടായിരിക്കില്ല. സോളിഡ് സ്റ്റേറ്റിൽ അവർക്ക് കണ്ടക്ടിവിറ്റി ഇല്ല. എന്നാൽ മോൾട്ടൺ സ്റ്റേറ്റിലോ അക്വസ് സ്റ്റേറ്റിലോ അവർക്ക് എന്തിനുള്ള കഴിവുണ്ട്? ഇലക്ട്രിസിറ്റി കടത്തിവിടാനുള്ള കഴിവുണ്ട്. ഒന്ന് രണ്ട് എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉദാഹരണത്തിന് സോഡിയം ക്ലോറൈഡ് ഒരു അയോണിക് സോളിഡാണ്. ഏതാണ് ഇതിനകത്ത്? Na+ എന്ന് പറയുന്ന കാറ്റയോൺ ഉണ്ട്.
Cl- എന്ന് പറയുന്ന ആനിയോൺ ഉണ്ട്. ഇവരെ പരസ്പരം ചേർത്ത് വെച്ചിരിക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് അഥവാ അയോണിക് ബോണ്ട് കൊണ്ടാണ്. ഈ സോഡിയം ക്ലോറൈഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഉപ്പ് ഒരു സ്പൂൺ ഉപ്പ് എടുത്തിട്ട് അതിലേക്ക് കറണ്ട് കടത്തി വിടാനൊന്നും പറ്റില്ല. പക്ഷെ ഉപ്പ് ഉരുക്കുകയോ അതുമല്ലെങ്കിൽ ഉപ്പ് വെള്ളത്തിലോ നമ്മൾ കറണ്ട് കടത്തി വിടുകയാണെങ്കിൽ സ്വാഭാവികമായും അതിനകത്ത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ടായിരിക്കും എന്നുള്ളത്. അപ്പൊ ഇവരുടെ പ്രത്യേകത, ഇവര് ഹാർഡാണ്, മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ്, ഇവര് ബ്രിട്ടിലാണ്, പൊടിഞ്ഞു പോകും. ഇപ്പൊ ഉപ്പ് എടുക്കുക, ഉപ്പ് നമുക്ക് ഇങ്ങനെ പൊടിക്കാൻ പറ്റും അല്ലെ, കാരണം ബ്രിട്ടിലാണ്. മനസ്സിലായോ? അപ്പൊ ഹാർഡാണ്, ബ്രിട്ടിലാണ്, മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ്. സോളിഡ് സ്റ്റേറ്റില് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇല്ലെങ്കിലും അവർക്ക് മോൾട്ടൺ സ്റ്റേറ്റിലോ അക്വ സ്റ്റേറ്റിലോ എന്തിനുള്ള കഴിവുണ്ട്? ഇലക്ട്രിസിറ്റി കടത്തിവിടാനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളൊരു പ്രത്യേകത നമ്മൾ ഓർക്കണം. അപ്പൊ സോഡിയം ക്ലോറൈഡ്, സിങ്ക് സൾഫൈഡ്, കാൽഷ്യം ക്ലോറൈഡ് തുടങ്ങിയ സാധനങ്ങൾ ഇത്തരത്തില് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇതിനകത്തൊരു ഹൈ എന്താ പറയാ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റലും ഹൈ നെഗറ്റീവ് ടെൻഡൻസി കാണിക്കുന്ന ഒരു നോൺ മെറ്റലും നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും അയോണിക് സോളിഡുകൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സാധനം നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക. അയോൺസ് ആണ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ്. അയോൺസിനെ ചേർത്ത് വയ്ക്കുന്ന ബോണ്ട്. ഈ അയോണിക് സോളിഡ്സിന്റെ പ്രത്യേകത ഹാർഡാണ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്, ബ്രിട്ടിലാണ്, സോളിഡ് സ്റ്റേറ്റില് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇല്ല എന്നുള്ളതാണ്. നമുക്ക് മൂന്നാമത്തെ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് കടക്കാം. തേർഡ് വൺ എന്ന് പറയുന്നത് മെറ്റാലിക് സോളിഡ്സ് ആണ്. മെറ്റാലിക് സോളിഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ ആ പേരിൽ നിന്ന് നമുക്ക് അതിനകത്തുള്ള ബോണ്ട് ഏതാണെന്ന് മനസ്സിലാക്കാം. മെറ്റാലിക് ബോണ്ടാണ് അല്ലെ. അപ്പൊ ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ആരാണ്? പോസിറ്റീവ് അയോൺസ് സറൗണ്ടഡ് ബൈ എ സീ ഓഫ് ഇലക്ട്രോൺസ്. ഒരുപാട് പോസിറ്റീവ് അയോൺസ് നമ്മൾ കാണും, കാറ്റയോൺസ് അല്ലെ. അതിന് ചുറ്റും ഇലക്ട്രോണിന്റെ ഒരു കടലാണ്, സീ ഓഫ് ഇലക്ട്രോൺ. നിങ്ങൾ ആ വേർഡ് ശ്രദ്ധിച്ചോ? അത് വെറും ഒരു ലിറ്ററേച്ചർ അല്ല, അത്രമാത്രം ഇലക്ട്രോൺസ് അവിടെ ഫ്രീ ആയിട്ട് കാണപ്പെടുന്നു. അപ്പൊ മെറ്റാലിക് സോളിഡ്സിന്റെ പ്രത്യേകത എന്താണ്? ഈ മെറ്റാലിക് സോളിഡ്സ് പോസിറ്റീവ് അയോൺസ് ആർ സറൗണ്ടഡ് ബൈ എ സീ ഓഫ് ഇലക്ട്രോൺസ്. അപ്പൊ ഈ സീ ഓഫ് ഇലക്ട്രോൺസ് ഫ്രീ ആയിട്ട് നടക്കുക, ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ഇങ്ങനെ ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് തന്നെ മെറ്റാലിക് സോളിഡ്സിന് കണ്ടക്ടിവിറ്റി വളരെ കൂടുതലായിരിക്കും. So due to the presence of large number of free electrons, all metallic solids have high electrical conductivity. അപ്പോൾ കണ്ടക്ടിവിറ്റി വളരെ കൂടുതലാണ്. അതുപോലെ സോളിഡ്സിന്റെ മെറ്റാലിക് സോളിഡ്സിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അവർ മാലിയബിൾ ആണ്, ഡക്റ്റൈൽ ആണ്. മാലിയബിലിറ്റിയും ഡക്റ്റിലിറ്റി ഒക്കെ അറിയാലോ അല്ലെ. നമുക്ക് അടിച്ച് പരത്തി ഷീറ്റുകളാക്കാൻ കഴിയുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് മാലിയബിലിറ്റി. നമുക്ക് ഫൈൻ ത്രെഡുകളാക്കി നേരിയ നൂല് പോലെ ആക്കാൻ പറ്റുകയാണെങ്കിൽ അതിന് ഡക്റ്റിലിറ്റി എന്ന് വിളിക്കുക. അപ്പൊ മാലിയബിലിറ്റിയും ഡക്റ്റിലിറ്റിയും ഒക്കെ വളരെ കൂടുതലുള്ള സോളിഡ്സ് ആണ് മെറ്റാലിക് സോളിഡ്സ്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, the presence of large number of free electrons. So free electronsന്റെ presence ആണ് അവരെ എന്താക്കുന്നത്? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അവർക്ക് കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പൊ എല്ലാ മെറ്റൽസും മെറ്റാലിക് സോളിഡ്സ് ആണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മറക്കരുത്. അപ്പൊ ഏതൊരു മെറ്റൽ, അയൺ, സിങ്ക്, ടിന്ന്, ലെഡ്, അലുമിനിയം, സിൽവർ, ഗോൾഡ് തുടങ്ങിയ പേരുകളൊക്കെ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം അതൊക്കെ മെറ്റാലിക് സോളിഡ്സ് ആണ്. മെറ്റാലിക് സോളിഡ്സിന്റെ എക്സാമ്പിൾ ആയിട്ട് മെറ്റലുകൾ മാത്രമല്ല, മെറ്റൽ അലോയ്സും വരാം. ഇപ്പൊ സ്റ്റീല്, ബ്രാസ്, ബ്രോൺസ് ഇതൊക്കെ കണ്ടാലും നിങ്ങൾ മനസ്സിലാക്കണം അതൊക്കെ തന്നെയാണ് മെറ്റാലിക് സോളിഡ്സ് ആണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ലാസ്റ്റ് ക്ലാസിഫിക്കേഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ദാറ്റ് ഈസ് കോവാലന്റ് സോളിഡ്സ്. ഇതുകൂടെ കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്നുള്ള പോർഷൻ നമുക്ക് കഴിയും. ഓക്കെ, അപ്പൊ കോവാലന്റ് സോളിഡ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ആറ്റംസ് ആണ് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ്. Atoms are the constituent particles which are held together by strong covalent bonds. വളരെ സ്ട്രോങ് ആയിട്ടുള്ള കോവാലന്റ് ബോണ്ട് അതിനകത്ത് കാണപ്പെടുന്നു. ആറ്റംസ് ആണ് ഇവിടുത്തെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ്. വളരെ സ്ട്രോങ് കോവാലന്റ് ബോണ്ട് ആയതുകൊണ്ട് തന്നെ ഇവരുടെ മെൽറ്റിംഗ് പോയിന്റ് എക്സ്ട്രീം ഹൈ ആണ്, ഉരുകലിന് വളരെ കൂടുതലാണ്. എന്നാൽ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ടോ? മെറ്റാലിക് സോളിഡ്സിന് വേരിയബിൾ ആണ്. കാരണം പല മെറ്റൽസിനും പല മെൽറ്റിംഗ് പോയിന്റ് ആണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക.
ഓക്കെ, അപ്പോൾ ഒരു പ്രത്യേക ട്രെൻഡ് ഒന്നുമില്ല, ഫെയർലി ഹൈ എന്ന് പറയാം. എന്നിരുന്നാൽ പോലും ഡിഫറൻ്റ് ആണ് ഓരോ മെറ്റലിലും വരിക എന്നുള്ളത് കൃത്യമായിട്ട് ഓർക്കുക. ഇവിടെ എക്സ്ട്രീം ഹൈ മെൽറ്റിംഗ് പോയിന്റ്. അപ്പൊ സ്ട്രോങ് കോവാലന്റ് ബോണ്ട് ആണ് ആറ്റംസിനിടയിൽ. ആറ്റംസ് ആണ് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ്. എക്സ്ട്രീം ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ഇവര് ഇൻസുലേറ്റേഴ്സ് ആണ്. ഇൻസുലേറ്റേഴ്സ് ആണ്. എന്നാൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്. ഇപ്പൊ ഡയമണ്ട്, ക്വാർട്സ്, ഇതൊക്കെ പ്രധാനപ്പെട്ട കോവാലന്റ് സോളിഡ്സ് ആണ്. ഇതിനകത്ത് വരുന്ന മറ്റൊരു കോവാലന്റ് സോളിഡ് ആണ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റും ഒരു കോവാലന്റ് സോളിഡാ, പക്ഷെ ഗ്രാഫൈറ്റ് ഇൻസുലേറ്റർ അല്ല. ഗ്രാഫൈറ്റ് എന്താണ്? ഗ്രാഫൈറ്റ് ഒരു കണ്ടക്ടർ ആണ്. ബാക്കി എല്ലാവരും ഹാർഡാണ്. ഡയമണ്ട്, ക്വാർട്സ് ഇതൊക്കെ വളരെ ഹാർഡാ, കാരണം സ്ട്രോങ് ആയിട്ടുള്ള കോവാലന്റ് ബോണ്ടാ അല്ലെ. പക്ഷെ ഇയാള് വളരെ സോഫ്റ്റ് ആണ്. അപ്പൊ ഗ്രാഫൈറ്റ് ഒരു കോവാലന്റ് സോളിഡ് ആണെങ്കിലും കണ്ടക്ടർ ആണ്, സോഫ്റ്റ് ആണ്, സ്ലിപ്പറി ആണ്, വളരെ സ്മൂത്ത് ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് നിങ്ങൾ ഓർക്കണം. എന്നാൽ ബാക്കി എല്ലാവരും ഹാർഡാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള കോവാലന്റ് ബോണ്ട് ആയതുകൊണ്ട് തന്നെ എക്സ്ട്രീം ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ് എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്. ഓക്കെ, നമ്മൾ ഈ 4 സോളിഡ്സ് അറേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് മെൽറ്റിംഗ് പോയിന്റ് അടിസ്ഥാനത്തിൽ ഒന്ന് അറേഞ്ച് ചെയ്യാം. മോളിക്യുലാർ വരും, പിന്നെ ആരെ വരിക, പിന്നെ നമുക്ക് മെറ്റാലിക് വരും, പിന്നെ അയോണിക് ആൻഡ് ഫൈനലി കോവാലൻസ് അല്ലെ. ഇങ്ങനെയാണ് അറേഞ്ച്മെന്റ് വരിക. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇവിടെ ചെറിയൊരു മാറ്റം വരാൻ സാധ്യത, കാരണം പല മെറ്റൽസിനും പല മെൽറ്റിംഗ് പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് ഇങ്ങനെ പറയാം എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഇവിടെ ഓർത്തു വെക്കുക. അപ്പൊ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 4ആയി തരംതിരിച്ചിട്ടുണ്ട്: മോളിക്യുലാർ, മെറ്റാലിക്, അയോണിക് ആൻഡ് കോവാലന്റ്. ഈ പോർഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട സജഷൻസ് അതുപോലെ ഡൗട്ട്സ് നിങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.